ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പുറത്ത് ആ ഒരു പേരിൽ വലിയ വിവാദങ്ങളാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് കേട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസമായിരുന്നു ഇത് കേട്ടത്. ഇപ്പോൾ ഇ.പി. ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു എന്ന് കേൾക്കുന്നു. ഒഴിഞ്ഞതാണോ രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണോ എന്നറിയില്ല. എന്തായിരിക്കും സംഭവിക്കുക? അല്ല, അതിപ്പോൾ ഇ പി ജയരാജൻ രാജിവെക്കുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്നത് പാർട്ടിയുടെ കാര്യമാണ്. പക്ഷെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. ഞാനിതിനെ ഇ പി ജയരാജൻ CPM-ൻ്റെ പരമോന്നത സമിതികളിലൊന്നായ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നടപടിയായിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഒരു പാർട്ടിയിലുള്ള ഒരാൾക്കൊരു ചുമതല നൽകുന്നത് അന്നേരത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ ആ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ജയരാജനെ മാറ്റി. ഇതാണ് സംസ്ഥാന കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പറയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഞാനിത് കാണുന്നത് അങ്ങനെയല്ല. കേരള രാഷ്ട്രീയത്തിൽ BJP നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഞാനിതിനെ കാണും. കാരണം CPM-ൽ ഒരുപാട് വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പല കാരണങ്ങളാൽ, വിഭാഗീയതയുടെയും അല്ലാത്ത കാരണങ്ങളാലും നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ BJP ബാന്ധവം ആരോപിച്ച് ഒരു പാർട്ടി പ്രവർത്തകരെ, വെറും പ്രവർത്തകരല്ല, കേന്ദ്ര സമിതി അംഗം, സെൻട്രൽ കമ്മിറ്റി അംഗം, സംസ്ഥാനത്തെ LDF-ൻ്റെ കൺവീനർ ആ പദവിയിൽ നിന്ന് ഒഴിവായി പോകുന്നു അല്ലെങ്കിൽ ഒരു നടപടിക്ക് വിധേയനാവുന്നു എന്ന് പറഞ്ഞാൽ അത് BJP-യുടെ ഒരു വിജയമാണ്. കാരണം CPM എക്കാലത്തും പറയാറില്ലേ, ഞങ്ങളുടെ പാർട്ടിയെ നോക്കൂ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും BJP-ക്ക് പോകത്തില്ല. ഇന്ന് കോൺഗ്രസ് നിങ്ങൾ വോട്ട് ചെയ്താൽ നാളെ അവർ MP MLA ആയാൽ BJP ആയിരിക്കും എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. അങ്ങനൊന്നുമല്ല. ത്രിപുരയിലും ബംഗാളിലുമൊക്കെ പാർട്ടി ഓഫീസ് വരെ പൂട്ടിയിട്ടാണ്, പാർട്ടി ഓഫീസ് വരെ BJP ഓഫീസിൽ നിന്ന് മാറ്റിയിട്ടാണ് CPM-കാർ മാറിയത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ നേരിട്ടറിയാത്തതുകൊണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും കേരളത്തിൽ കാര്യമായി പ്രചാരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ BJP അല്ലേ ശരിക്കും BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണെന്ന് ശോഭ അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ദല്ലാൽ നന്ദകുമാറുമായി പോയി LDF-ൻ്റെ കൺവീനറായിരുന്ന മാറിയല്ലോ ഇ പി ജയരാജനെ കാണുന്നു. അദ്ദേഹം കേന്ദ്ര സമിതി അംഗമാണ്. അതുകൂടാതെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്. ഇപ്പോഴും തലയ്ക്കകത്ത് വെടികുണ്ടയും കൊണ്ട് നടക്കുന്ന ആളെന്നൊക്കെ അവകാശപ്പെടാറുണ്ട് ഇ പി ജയരാജൻ. ഉണ്ടോ ഇല്ലയെന്നും എനിക്കറിയില്ല. ഇല്ല അത് കള്ളത്തരാണെന്ന് പറയുന്ന കുറേ ആളുകൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ BJP വിചാരിച്ചാൽ വൾണറബിളായിട്ട് നിൽക്കുന്ന, വഴങ്ങാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് തെളിയിക്കപ്പെട്ടു. അതാരാണ്? ഒരു പ്രാദേശിക ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ, ഏരിയ കമ്മിറ്റി അംഗമോ, DC മെമ്പറോ അല്ല. കേന്ദ്ര കമ്മിറ്റി അംഗം, LDF-ൻ്റെ കൺവീനർ, ഭരണമുന്നണിയെ നയിക്കുന്ന കൺവീനർ. അയാൾ വരെ BJP ക്ഷണിച്ചാൽ BJP-യിലേക്ക് പോകാൻ അരമനസ്സ് കാട്ടും എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ്. അപ്പോൾ അപ്രതിരോധ്യമായ ഒരു ഏകശിലാരൂപത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ CPM എന്നുള്ള ഇമേജ് തകർന്നു. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പറയത്തില്ല. കാരണം CPM-നും മറ്റു പാർട്ടികളെ പോലെ BJP-യോട് ആഭിമുഖ്യം ഉണ്ടായി വരുന്നു. ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടില്ലേ, CPM-ൻ്റെ പരമ്പരാഗത വോട്ടർമാരായിട്ടുള്ള സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മെമ്പർമാരെ മാത്രമല്ലല്ലോ സഖാക്കൾ എന്ന് പറയുന്നത്. അനുഭാവികളെയും വർഗ ബഹുജന സംഘടനകളിലെ ആളുകളെയൊക്കെ സഖാക്കൾ എന്ന് വിളിക്കും. ഈ വർഗ ബഹുജന സംഘടനകളിൽപ്പെട്ട വലിയ തോതിലുള്ള ആളുകൾ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അപ്പോൾ ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾ, മോൾത്തട്ടിലുള്ള ആളുകളും പതുക്കെ വേണ്ടി വന്നാൽ BJP-യോട് ആഭിമുഖ്യം കാട്ടാം എന്ന തരത്തിലേക്ക് മാറും. മുമ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പാർട്ടിക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. CPM-നോട് വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പോയി ചേരുന്നത് BJP-യിലായിരുന്നു, അല്ലെ RSS പോയി ചേരും. അങ്ങനെയാണ് ഒന്ന് പിടിച്ചു നിൽക്കാം. പണ്ടേ അങ്ങനെയാണ്. ഇപ്പോൾ അത് മാറിയിട്ട് CPM-ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ ബദൽ BJP ആണെന്നുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഈ സംഭവം സഹായിക്കും. ജയരാജനെ പിടിക്കാമെന്നുണ്ടെങ്കിൽ, ജയരാജനെ വളയ്ക്കാമെന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ടല്ലോ, പാപിയോട് ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് പറഞ്ഞാൽ, അതുകൂടാതെ പിണറായി അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നും പറഞ്ഞു. ഇത്തരം ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ പല പ്രാവശ്യവും ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു പരസ്യമായി ശാസിക്കുന്ന പോലെയാണ്. ഒരു പക്ഷേ ഏറ്റവും ഗുരുതരമായൊരു കാര്യം, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന അയാൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് കുളമാക്കി അത് BJP-ക്ക് മൈലേജ് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അങ്ങനെ വന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പിൻ്റെ അന്നാണ് ജയരാജന് ഞാൻ
ജാവദേക്കറെ കണ്ടു എന്ന് സമ്മതിക്കേണ്ടി വന്നത്. അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. LDFിൻ്റെ കൺവീനർ ജാവദേക്കറുമായി കണ്ടു. ആ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയിൽ ചേരാൻ എന്തായിരുന്നു അവസ്ഥ? എനിക്ക് കേരളത്തിലെ CPMൽ നിന്ന് ഭീഷണി ഉണ്ടാവും, അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ഒരു പദവി കിട്ടണം. ഇനി ഞാൻ മനസ്സിലാക്കിയത് കർണാടക ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനം ജയരാജന് കൊടുക്കാം എന്നൊരു ഓഫർ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ്. ഏതായാലും അത് പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായി, ചില വ്യവസ്ഥകൾ വെച്ചു. അങ്ങനെ ഇരിക്കെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോളിന് ശേഷം അദ്ദേഹം ആകെ പതറി ഭയന്ന് പരവശനായി അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതെ, ആത്മവിശ്വാസമൊക്കെ തകർന്നുപോയി. അതായത് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ വന്നു. അതിൻ്റെ ഉടമസ്ഥാവകാശം ഭാര്യയുടെ റിട്ടയർമെൻറ്റ് കാശാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില വിവാദങ്ങൾ. അപ്പോൾ CPMലെ എല്ലാവർക്കും, പിണറായി വിജയൻ മുതൽ എല്ലാവർക്കും റിട്ടയർമെൻറ്റ് കാശ് കൊണ്ടാണല്ലോ മക്കൾ റിസോർട്ടുകളും കമ്പനികളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ആ വീട്ടിലും ബന്ധുക്കളും ഒക്കെ റിട്ടയർമെൻറ്റ് ചെയ്തിട്ട് ഒരു പെട്ടിക്കട തുടങ്ങാനുള്ള കാശുണ്ടാവാറില്ല. അപ്പോൾ 2 തരം റിട്ടയർമെൻറ്റ് ഉണ്ടായിരിക്കും. അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇന്ത്യയിലെമ്പാടും നടക്കുന്ന BJPയുടെ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ട്രെൻഡ് കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു. അണികൾ വൻതോതിൽ BJPക്ക് വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. നേതാക്കന്മാരും അങ്ങനെ മാറുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായ സൂചനയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം CPMനെ നയിച്ച, CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, മന്ത്രിയായിരുന്ന, അല്ലേ, അത്രയും പ്രബലനായിരുന്നു. പിണറായി വിജയൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ആളായിരുന്നു EP ജയരാജൻ. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി ആകുന്നവരെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ EP ജയരാജനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം സിനു പറഞ്ഞത് തന്നെയാണ്. EP ജയരാജൻ കരുതിയിരുന്നു അടുത്ത സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമാണെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് MV ഗോവിന്ദൻ കടന്നു വരുന്നത്. ഗോവിന്ദൻ കടന്നു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റ രീതികൾ, ഒരു അതൃപ്തിയുടെ ഒരു ചില ലാഞ്ചനകൾ ജയരാജൻ കാണിച്ചിട്ടുണ്ട്. ഗോവിന്ദനാവട്ടെ ജയരാജൻ തന്നോട് ഇൻഡിഫറൻ്റായി പെരുമാറി. ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നും പങ്കെടുക്കാതെ കുറേ കാലം മാറി നിന്നു. അതേ തുടർന്ന് അതോടൊപ്പം ഗോവിന്ദൻ എമർജ് ചെയ്യുകയാണ് ചെയ്തത്. ഗോവിന്ദൻ പ്രതാപശാലിയായി മാറുകയും ഒരു തരത്തിലുള്ള അച്ചടക്ക ലംഘനവും വെച്ചു പൊറിപ്പിക്കത്തിരുന്ന സ്റ്റാൻഡ് എടുക്കുകയും ശൈലി മാറ്റം വേണമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചില മാധ്യമങ്ങളൊക്കെ കരുതി ഈ ശൈലി മാറ്റം വേണമെന്നുള്ള ഗോവിന്ദൻ പറയുന്ന പിണറായി വിജയൻ്റെ കാര്യത്തിലാണെന്ന്. അങ്ങനെയായിരുന്നില്ല, ജയരാജൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ജയരാജനെ സംബന്ധിച്ച് ജയരാജൻ ഇപ്പോൾ ചെയ്യുന്നതിനകത്തൊരു പെശകുണ്ട്. അതായത് ജയരാജൻ അറിയാം ഇന്നത്തെ നടപടി, ഇന്ന് ഈ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കും. നടപടി എന്ന് ഞാൻ പറയുന്നില്ല, ആദ്യം പറഞ്ഞ പോലെ നടപടി എടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ്. അതുകൊണ്ട് ഇത് നടപടിയല്ല, ഒരു സ്ഥാനത്ത് നിന്ന് നീക്കൽ. സംസ്ഥാന കമ്മിറ്റി കൊടുത്ത ഒരു സ്ഥാനം നീക്കുന്നു, ആ സ്ഥാനം എടുത്തു മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അത് നടപടിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, പക്ഷേ അല്ലെന്നും പറയാം. ഒരാളെ വെച്ചു, അത് മാറ്റി വേറെ ആൾക്ക് കൊടുത്തു, ടെക്നിക്കലി എന്ന് പറയാം. പക്ഷേ അതിനകത്തുനിന്ന് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജയരാജനെ സംബന്ധിച്ച് 75 വയസ്സാകുമ്പോൾ മാറണ്ടേ? 75 വയസ്സാകുമ്പോൾ മാറണം. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. പാർട്ടിയുടെ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ബ്രാഞ്ച് സമ്മേളനം മുതൽ കേന്ദ്ര സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ അച്ചടക്ക നടപടി പാടില്ല, ഒരു തരത്തിലുള്ള നടപടിയും പാടില്ല. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് മാറ്റം വന്നു, പുതിയ ഒരാളെ വരുന്നു. ഈ ജയരാജനെ സംബന്ധിച്ച് ജയരാജൻ ഇനി 75 വയസ്സാകുമ്പോൾ പാർട്ടിയിൽ പിണറായിക്ക് മാത്രമാണ് ഇളവ് കൊടുത്തത്. ഈ CPM ആണ് ഇത് 75 വയസ്സിൽ മാറണമെന്നുള്ള മാർഗരേഖ ഒഫീഷ്യലായി ഉണ്ടാക്കി പാർട്ടി ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് പരസ്യമായി പറഞ്ഞത്. BJP അങ്ങനെ ചെയ്തിട്ടില്ല. BJP അങ്ങനെ ഒരിക്കലും 75 ശേഷവും ഒരുപാട് ആളുകൾ BJPയിൽ പദവികളിൽ ഇരുന്നിട്ടുണ്ട്. അത് വെറുതെ ഫേക്കായിട്ട് BJPക്കെതിരെ നടത്തുന്നൊരു ക്യാമ്പയിനാണ് 75 വയസ്സിൽ എല്ലാവരും മാറണം. കാരണം മോദിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മോദി 75 വയസ്സിലെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ ഒരു കൈ നോക്കാം എന്നുള്ള ഒരു സൂത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ജയരാജനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ, അല്ലേ? ജയരാജനെ സംബന്ധിച്ച് ഒന്ന്, ജയരാജൻ പാർട്ടിയിലെ 75 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ ഒരു ആനുകൂല്യങ്ങളോ, പാർട്ടി MP MLA മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്തുള്ള പെൻഷനൊക്കെ ഉണ്ട്, ആ പെൻഷനൊക്കെ പറ്റി വീട്ടിൽ കൂടുക, ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിലോ ഒക്കെ ഇരിക്കാം. പക്ഷേ ജയരാജനെ പോലെ ഈ ആന മെലിഞ്ഞാലും തുരുത്തി കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ പോയിരിക്കുമോ? പിന്നെ ജയരാജന് ഈ പറഞ്ഞ പോലെ വലിയൊരു പദവി ഗോവിന്ദൻ കൊടുക്കുമെന്നും കരുതാൻ പറ്റില്ല. കാരണം ശൈലി മാറ്റം ഇതൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് ജയരാജനെ ഉന്നവിട്ട് തന്നെയായിരുന്നു. അപ്പം കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടാവുന്നത്, കണ്ണൂരിലെ പാർട്ടി എന്ന CPMൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, അളിയൻ, അനന്തരവൻ, ഇങ്ങനെ ഒരു കുടുംബ ബന്ധമുണ്ട്. കുടുംബ പാർട്ടിയാണ് കണ്ണൂരിൽ. കുറേ നമ്പ്യാന്മാരുടെ ഒരു പാർട്ടി, നമ്പ്യാർ കുടുംബം തമ്മിലുള്ള ഒരു ഇതെല്ലാം പരസ്പര ബന്ധുക്കളാണ്. അങ്ങനെ ഒരു സംഭവം
കണ്ണൂരിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം എടുത്താൽ അവർ ഏതെങ്കിലും തരത്തിൽ പരസ്പരം ബന്ധുക്കളാണ്, രക്തബന്ധം അല്ലെങ്കിൽ വൈവാഹിക ബന്ധം. അങ്ങനെയുള്ള ഒരു നെക്സസിൽ നിന്ന് ഇ.പി. ജയരാജൻ ഒരു റിട്ടയർമെൻറ്റിന് പോലെ എത്തിക്കഴിഞ്ഞാൽ ഒരു മാന്യമായ പദവി ഒന്നും ഗോവിന്ദൻ കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ജയരാജനെ സംബന്ധിച്ച് ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് നടത്തിയ ചർച്ച പുനരാരംഭിക്കുക എന്നുള്ളതാണ്. കാരണം അധികാരം എക്കാലത്തും ജയരാജൻ്റെ കയ്യിലുണ്ടായിരുന്നു. ജയരാജന് 75 വയസ്സായി. ചില ആളുകൾ വളരെ ആക്റ്റീവായിട്ടിരിക്കും, അധികാരത്തിലിരിക്കും, അപ്പോഴൊക്കെ പ്രായം അവരെ ബാധിച്ചതായി കാണില്ല. പക്ഷേ അധികാര സ്ഥാനങ്ങളെല്ലാം പോയി വെറുതെ വീട്ടിലിരിക്കും, പെട്ടെന്ന് വൃദ്ധരായിപ്പോയി തട്ടിപ്പോകുന്ന അവസ്ഥ കാണാറുണ്ട്. അതെ, ജയരാജനും ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത്രയും ആക്റ്റീവായി ഇരുന്ന ഒരാൾ. ഇന്നിപ്പോൾ ജയരാജൻ ചെയ്തൊരു പെശകിനെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഈ ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. ജയരാജനെതിരെ എന്തെങ്കിലുമൊക്കെ ആക്ഷേപം, ഇപ്പോൾ റിസോർട്ട് പ്രശ്നത്തിൽ ആക്ഷേപം വരും എന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റി പോകത്തില്ല. അത് ഇടതുപക്ഷ ശൈലിയല്ല. അപ്പോൾ ആ കമ്മിറ്റികളിൽ പങ്കെടുക്കുക, അവിടെ വെച്ച് തൻ്റെ അഭിപ്രായം പറയുക, സ്വയം വിമർശനപരമായി തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ജയരാജൻ എക്കാലത്തും വിമുഖത കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ AKG സെൻറ്ററിൽ നിന്നുള്ള AKG സെൻറ്ററിനോട് ചേർന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര സമിതി അംഗങ്ങൾക്കും അവിടെ AKG ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് ജയരാജൻ സാധനങ്ങൾ മാറ്റുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരമായിട്ടുള്ള ബന്ധം മുറിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ബന്ധം മുറിച്ചു എന്ന് പറഞ്ഞാൽ ജയരാജൻ പാർട്ടിയുമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്ന് തന്നെയാണ്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന, LDF കൺവീനറായിരുന്ന ജയരാജന് കണ്ണൂരിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയി പോസ്റ്റർ ഒട്ടിക്കാനൊന്നും പറ്റില്ല. പണ്ട് LDF കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണനെ ഇതുപോലെ മാറ്റി. അദ്ദേഹം ഒരു വൈദ്യശാലയൊക്കെ നടത്തി ശിഷ്ടകാലം ജീവിച്ച് ആരും അറിയപ്പെടാതെ പോവുകയായിരുന്നു. പക്ഷേ ജയരാജൻ അങ്ങനെ ഇത്രയും ലൈം ലൈറ്റിൽ നിന്ന് അധികാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും നുകർന്ന ഒരാൾക്ക് വെറുതെ പോയി വീട്ടിലിരിക്കാൻ പറ്റുമോ? പക്ഷേ CPM പരസ്യമായി സമ്മതിക്കുകയല്ലേ, BJPയുടെ വലയിൽ ഞങ്ങളുടെ മുതിർന്ന നേതാവും വീഴുമെന്ന് സംബന്ധിച്ചു. നമ്മളാണ് അതാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ ജയരാജനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. BJP വിചാരിച്ചാൽ ജയരാജൻ വരെ പോകും, പിന്നെയാണോ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവ് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുകയാണ് ഒന്നത്. രണ്ടാമത് ജയരാജനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഏറ്റവും ആക്റ്റീവായിരുന്ന ഒരാൾ, അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന, അധികാരം കയ്യിലുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു നിഷ്പ്രഭനായ ഒരു സാധാരണ സഖാവ്, എക്സ് സഖാവായിട്ട് വീട്ടിൽ പോയിരിക്കാൻ കഴിയുമോ? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും പേഴ്സണാലിറ്റിയെയും കരിസ്മയും ആക്ടിവിറ്റിയെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ജയരാജന് ഇനി ഏറ്റവും നല്ലത് BJP ചേരുകയെന്നാണ്. BJP ചേർന്നാൽ ശോഭാ സുരേന്ദ്രനും എല്ലാം കൂടെ അല്ലേ ചർച്ച നടത്തി ഈ ജാവദേക്കർ വിട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പഴയ ഓഫർ കൊടുത്ത് അദ്ദേഹത്തിനും സൗകര്യമായിരിക്കും കർണാടകയിൽ ഗവർണറായ. പിന്നെ CPMകാരെ പേടിക്കേണ്ട, ഗവർണർക്കുള്ള സുരക്ഷയുണ്ടാവും. അപ്പോൾ ജയരാജനെ BJP ഏറ്റെടുക്കണം. കാരണം BJPയിൽ ജയരാജൻ ഉണ്ടായാൽ കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റുകാർക്കും എക്കാലത്തും കിട്ടുന്ന മുഖമടച്ചുള്ള അടിയാണ്. അപ്പോൾ BJP തുടങ്ങി വെച്ച ചർച്ച ജയരാജനെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് എത്തിച്ചു. അന്ന് ജയരാജന് ഈ അധികാര സ്ഥാനങ്ങളൊരു പരിമിതിയായിരുന്നു. ആ പരിമിതി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ LDF കൺവീനർ അല്ലാത്ത ജയരാജനെ വേണ്ട എന്നുള്ള ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് പോവാതെ CPM വിട്ടുവന്ന ജയരാജനെ ഒരു ഐക്കണായിട്ട് എടുത്ത് കേരളത്തിലെ CPMനെ പൊളിക്കാൻ ജയരാജൻ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടടാ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐക്കണാക്കി മാറ്റിക്കൊണ്ട് ജയരാജനെ BJP ഏറ്റെടുക്കണം. ആ ചർച്ച തുടരണം. ജയരാജന് അദ്ദേഹത്തിന് കൂടി ഏറ്റവും സൗകര്യമുള്ള കർണാടകയിലെ ഗവർണറാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.